ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് ടു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയുള്ള മഹത്വപൂർണ്ണമായിട്ടുള്ള മെസ്സേജ് എന്താണ് യൂണിവേഴ്സിൻ്റെ എന്ന് നോക്കാനാണ്. അപ്പോൾ അർജൻറ്റായിട്ടുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം. റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്തിനാണോ പേടിക്കുന്ന ആ ഒരു പേടിയിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കണം. നിങ്ങളുടെ പേടി നിങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ എഫക്റ്റ് ചെയ്തൊക്കെയാണ് ആ ഒരു പേടി എന്ന് പറയുന്ന സംഭവം. ആ പേടിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക ആദ്യം. കാരണം ഇംബാലൻസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ആക്കിയാണ് ഈ ഒരു പേടി. ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു സ്ഥിതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു രീതിയിലും സമാധാനം കിട്ടാത്തൊരു സ്ഥിതിയായിരിക്കാം. പക്ഷേ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു സ്ഥിതിയിലൊരു സമാധാനം ലഭിക്കും. പക്ഷേ നിങ്ങളുടെ ഈ ഒരു പേടി ആദ്യം മാറ്റി വയ്ക്കുക. എനിക്ക് ഇതിലൊരു പരിഹാരം കിട്ടത്തില്ല എന്നൊക്കെയുള്ള പേടി ആദ്യം മാറ്റി വയ്ക്കുക. ഇവിടെ നിങ്ങളിൽ ചില ആൾക്കാർ എങ്ങനെയെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരാൻ നോക്കുമ്പോൾ അതിൽ കൂടുതലായിട്ട് നിങ്ങൾ പെട്ടുപോകുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു രീതിയിൽ ഒരു വഴി തെളിഞ്ഞു വരും, ആ വഴിയിൽ കൂടെ വരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വീണ്ടും ആ ഒരു അവസ്ഥയിൽ സ്റ്റക്കായിട്ടിരിക്കുന്ന ആ ഒരു സ്ഥിതി. ഇവിടെ ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്, എൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ദൈവത്തിൻ്റെ ആ ഒരു ഇഷ്ടപ്രകാരം മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട. ദൈവത്തിൻ്റെ ആ ഒരു പ്ലാനിങ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ട്. അത് വരുന്നത് വരെ ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഒരു ടവർ മൂമെൻ്റാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്രമാത്രം മോശം സ്ഥിതികൾ ക്രിയേറ്റ് ചെയ്തത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു ടവർ മൂമെൻറ്റ് നിങ്ങൾ ഫേസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലൊരു ബാലൻസ് ആവുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങളുടെ വീട് റിലേറ്റഡായിട്ട്, വീട്ടിലുള്ള ആൾക്കാർ റിലേറ്റഡായിട്ട് ആവശ്യമില്ലാത്ത ഒരു ചിന്ത നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് നിങ്ങളുടെ വെറും ഒരു ഇലൂഷൻ മാത്രമാണ്. അതുകൊണ്ട് അത് നിങ്ങൾ ആലോചിച്ച് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് വീട്ടുകാർക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ, അവരുടെ ആ ഒരു ഹെൽത്ത് എപ്പോഴും നല്ലതായിട്ടിരിക്കുമോ, അവരുടെ ആരോഗ്യം നല്ലതായിട്ടിരിക്കുമോ എന്നൊക്കെ വീട്ടിലുള്ള ആൾക്കാർ റിലേറ്റഡായിട്ട് ആവശ്യമില്ലാത്ത ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾ കളയാനാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ വീട്ടിലുള്ളവരിൽ എല്ലാവരും സുരക്ഷിതരായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കാൻ പാടില്ല. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിലൊരു ഡീല് ചെയ്തിട്ടുണ്ടാകും. ആ ഒരു ഡീല് ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് അന്ന് ആ ഡീല് ചെയ്യേണ്ടതായിരുന്നു എന്ന് തോന്നുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങൾ എടുത്ത തീരുമാനം ഇപ്പോൾ തെറ്റായി പോയി എന്ന് തോന്നുന്നു. അതായത് നിങ്ങളൊരു ആക്ഷൻ എടുത്തു, ആ ആക്ഷൻ എടുത്ത് തെറ്റായി പോയെന്ന് തോന്നുന്നു. ചില ആൾക്കാർ ആക്ഷൻ എടുക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ സ്ഥിതികൾ എന്തായിക്കൊള്ളട്ടെ, ഇതിലൊരു ബാലൻസ് ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങൾക്ക് കൊണ്ടുവരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു ഇൻബാലൻസ് ആയിട്ട് സിറ്റുവേഷൻ ബാലൻസ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ വരാൻ പോകുന്ന കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു മിറാക്കിൾ ഉണ്ടാവുന്നതാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ഈ ഒരു അത്ഭുതം ദൈവത്തിന് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന്. ഇവിടെ മുന്നത്തെ റീഡിങ്ങിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് മെയ് കഴിഞ്ഞിട്ട് ഉള്ള ആ ഒരു ജൂണിൻ്റെ ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെ ലാഭദായകമായിട്ടുള്ള സമയമായിരിക്കും നിങ്ങൾക്ക്. അതായത് ദൈവത്തിൻ്റെ ഇഷ്ട കുട്ടികൾ, അവർ ആവശ്യമില്ലാതെ മറ്റൊരാളുടെ തെറ്റിൻ്റെ മേൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് ലഭിക്കുന്നത് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ഇത് എൻ്റെ ദൈവം ചെയ്തതാണ് എന്ന്. ഇവിടെ നിയറിൽ വളരെ വലിയൊരു മിറാക്കിൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എവിടെയാണോ വലിയ ഒരു ലോസ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയത്, അവിടെ ഒരു മിറാക്കിൾ സംഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വസ്തു വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വീട് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അത് വിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ ആ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു ടവർ മൂമെൻറ്റ് നിങ്ങൾക്ക് ഫേസ് ചെയ്തേ പറ്റൂ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വീണ്ടും നിങ്ങളുടെ ഭാഗ്യത്തെയോ നിങ്ങളുടെ ആ ഒരു സമയത്തെയോ നിങ്ങൾ വെറുതെ ഇങ്ങനെ പറയരുത്, എൻ്റെ ഭാഗ്യം എന്നെ സപ്പോർട്ട് ചെയ്യില്ല, എൻ്റെ സമയം മോശം സമയമാണ്, എനിക്ക് മാത്രം എന്താ എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്, അങ്ങനെ ഒരിക്കലും പറയരുത്.
ഈ ഒരു ടവർ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് നല്ലതാണ് തരാൻ പോകുന്നത്, ഒരിക്കലും മോശമായിരിക്കത്തില്ല തരാൻ പോകുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ടവർ മൂവ്മെൻറ്റ് ഫേസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല ബാലൻസ് ഉണ്ടാവുന്നതാണ്. ഇവിടെ ചില കാർമികമായിട്ടുള്ള ആൾക്കാരോടുള്ള ആ ഒരു ബന്ധത്തിൽ എന്തെങ്കിലും ഒരു റിലീസിങ്ങിൻ്റെ ആ ഒരു അവസ്ഥയിൽ വന്നിട്ടുണ്ട് എങ്കിൽ അത് കാർമികമായിട്ടുള്ള ആൾക്കാരാണ്. അവർ സമയമാകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസായി പോകും എന്ന് നിങ്ങൾ വിചാരിക്കുക. അവർ കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ശക്തരാക്കാൻ വേണ്ടിയാണ് വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇങ്ങനെയുള്ള കാർമികമായിട്ടുള്ള ആൾക്കാർ നമ്മളെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ റിലീസായി പോകുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ശക്തരായി മാറും. എന്തൊക്കെ ട്രിഗർ കിട്ടിയാലും നമ്മൾ കൂടുതലായിട്ട് അത് ഫേസ് ചെയ്തിട്ട് ശക്തരായി മാറുകയല്ലേ ചെയ്യുന്നത്. ആദ്യമൊക്കെ കുറച്ച് പാടായിരിക്കും ആ ഒരു റിലീസിങ് ഫേസ് ചെയ്യാൻ. പിന്നെ പതുക്കെ നമ്മളത് ഫേസ് ചെയ്ത് നമ്മുടെ ആ മുന്നോട്ടുള്ള ജീവിതം മുന്നിൽ കണ്ട് നമ്മൾ മുന്നോട്ട് പോകും. ഇവിടെ പൂർണ്ണമായിട്ടും ഈ ഒരു ബ്രഹ്മാണ്ടം തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി. അതായത് നിങ്ങളെ നല്ല പുരോഗതിയുടെ വഴിയിൽ കൂടെ കൊണ്ടുപോകുവാൻ വേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പൂർണ്ണമായിട്ട് ഈ ഒരു ബ്രഹ്മാണ്ടം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില സമയം നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നില്ല, ഞാൻ ഒറ്റയ്ക്കിരുന്നിട്ട് എന്നെ ആരോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള തോന്നൽ വരത്തില്ലേ. അത് ഈശ്വരനാണ്, ഈ ഒരു പൂർണ്ണമായിട്ടുള്ള ബ്രഹ്മാണ്ടമാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. ചില സമയം നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു മണം വരത്തില്ലേ, അത് എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ കൂടെ ആ ഒരു പുണ്യമായിട്ടുള്ള ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. പിന്നെ ചില സമയം നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ ആരോ കൈവച്ച് അനുഗ്രഹം ചൊരിയുന്നത് പോലെ തോന്നത്തില്ലേ, അതും ആ ഒരു സപ്പോർട്ടാണ് ദൈവത്തിൻ്റെ. ഇവിടെ നിങ്ങൾ ശരിയായിട്ടാണ് എല്ലാം ചിന്തിക്കുന്നത്. കാരണം എന്തോ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ചുറ്റിലും നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ചിലപ്പോൾ ആർക്കേഞ്ചൽ മൈക്കിളോ ആർക്കേഞ്ചൽ റാഫേലോ ആയിരിക്കാം. കാരണം അവർ രണ്ടുപേരും നിങ്ങളെ ബ്ലാക്ക് മാജിക്കിൽ നിന്നും ആൾക്കാരുടെ തന്ത്രവിദ്യയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില ബ്ലാക്ക് മാജിക്കിൽ നിന്ന് ഒരു മോചനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു 2 ഏഞ്ചൽസും നിങ്ങളെ അവരിൽ നിന്ന് സംരക്ഷിക്കുകയാണ്, ഇങ്ങനെ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന്. ഇവിടെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആദ്യമൊക്കെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പാടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ ഒരു പാടുമില്ല, പെട്ടെന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നു. ഒരു രീതിയിലുള്ള ഒരു ശല്യവും നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. നിങ്ങളുടെ ലൈഫിലെ വലിയ പ്രശ്നങ്ങളെല്ലാം മാറുന്നതായിട്ട്, നിങ്ങളുടെ ബന്ധത്തിൽ നല്ല ഒരു മധുരത വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇതുകൂടാതെ ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ഇതുകൂടാതെ നിങ്ങൾക്ക് നല്ല ഒരു ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഉപയോഗം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നമ്മുടെ നല്ല സമയം വരുമ്പോൾ നല്ല സമയം കൊണ്ട് നമുക്ക് ഉപയോഗമല്ലേ ഉണ്ടാവുള്ളൂ, മോശം ഉണ്ടാവത്തില്ലല്ലോ. അങ്ങനെ ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കൺഫ്യൂഷനായിട്ടുള്ള അവസ്ഥയായിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഏത് സ്ഥലത്ത് എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു, അതായത് ഈ ഒരു ഡയറക്ഷൻ എനിക്ക് നല്ലതാണ് എന്നുള്ള രീതിയിലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇതുകൂടാതെ നിങ്ങളുടെ ആ ഒരു ആത്മാവ് നിങ്ങളോട് ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കാം, ഈ ഒരു ആക്ഷനിലൂടെ ഈ ഒരു ഡയറക്ഷനിലൂടെ മുന്നോട്ട് പോകും നിങ്ങൾ എന്നായിരിക്കും അന്തരാത്മാവ് ദൈവത്തിൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു വാക്ക് എന്താണോ അതായിരിക്കാം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങൾ പോകുന്ന ആ ഒരു വഴി നിങ്ങൾക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്പർ 2 നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. 222ൻ്റെ ആ ഒരു എനർജി, അല്ലെങ്കിൽ 2 പക്ഷികൾ കാണാൻ സാധിക്കുന്നു. അങ്ങനെയൊക്കെ 2ൻ്റെ ആ ഒരു എനർജി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ശരിയായ വഴിയിൽ കൂടെയാണ് പോകുന്നത് എന്ന്. ഇന്ന് നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് പല കാര്യങ്ങളും തോന്നുന്നുണ്ട് എങ്കിൽ ഈ ഒരു വഴി തന്നെ നിങ്ങളെ നല്ല ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പതുക്കെ പുതിയ വഴികൾ ആദ്യമൊക്കെ പല ആൾക്കാർക്കും ഭയങ്കര പാടായിട്ട് തോന്നും. പക്ഷേ പിന്നെ പോകെ ആ ഒരു വഴികൾ അവർക്ക് നല്ലതായിരിക്കും കൊണ്ടെത്തിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി എത്ര തന്നെ സാഹസികരായാലും അവർക്കൊരു പുതിയ വഴിയിൽ കൂടെ പോകുമ്പോൾ എന്തായാലും ഒരു പേടി ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങളോട് ദൈവം പറയുന്നത് നിങ്ങൾ ശരിയായ വഴിയിലാണ് ഉള്ളത്, അതുകൊണ്ട് ഒട്ടും തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ഇവിടെ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കുക.
ഇവിടെ ന്യായം എന്തായാലും നല്ല രീതിയിൽ നടക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, വലിയ രീതിയിലുള്ള അഹങ്കാര സംസാരം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ലൈഫ് നിങ്ങൾക്ക് ഇത്രമാത്രം പ്രദാനം ചെയ്യും. ഒരിടത്തും നിങ്ങൾക്ക് ഒരു അഭാവം ഉണ്ടാവത്തില്ല, ഒരു കുറവുണ്ടാവാത്ത രീതിയിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് എല്ലാം തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജസ്റ്റിസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ ആ ഒരു ഊർജം നിങ്ങളെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നതാണ് മുന്നോട്ടുള്ള ലൈഫിൽ. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേറൊരാളുടെ വായിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ഗോൾഡൻ ടൈമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡൻ ടൈമിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ചെയ്യുന്ന ആ പ്രൊഫഷൻ, അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം മാത്രമായിരിക്കും ലഭിക്കുന്നത്. അങ്ങനെയൊക്കെ ആരുടെയെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് കേട്ട് കാണാൻ സാധ്യതയുണ്ട്. അതേപോലെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ലൈഫിനെ തന്നെ മാറ്റുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ആക്ഷൻ അത്രമാത്രം നല്ലതായിരിക്കും. നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആക്കുന്ന രീതിയിലുള്ള ആക്ഷൻ നിങ്ങൾ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഈ ഒരു ഗോൾഡൻ ടൈമിലൂടെ നിങ്ങൾക്ക് ഒത്തിരി ഉപയോഗങ്ങൾ ഉണ്ടാവുന്നതായിട്ട്, അതായത് നഷ്ടങ്ങളല്ല ലാഭങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ രോഗം, ഋണം, ശത്രു, ഈ 3 കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ട് എങ്കിൽ അതിലും ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ സമയം ആൾക്കാരുടെ മോശമായിട്ടുള്ള ഒരു സ്വഭാവം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ ആ ഒരു സ്വഭാവത്തിൽ ഒരു പരിവർത്തനം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് അവർ ഇനി നിങ്ങളെ മോശമായിട്ടുള്ള രീതിയിൽ ഒന്നും പറയാതെ, നിങ്ങളോട് മോശമായിട്ട് പെരുമാറാതെ നല്ല രീതിയിൽ പെരുമാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ചില മോശം ആൾക്കാർ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് പതുക്കെ പതുക്കെ ഒരു ഡിസ്റ്റൻസ് ക്രിയേറ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില ആൾക്കാർ നിങ്ങളുമായിട്ട് മോശമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നവർ നിങ്ങളുമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോലും ആൾക്കാർ നിങ്ങളോട് മോശമായിട്ട് ബിഹേവ് ചെയ്യാതെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന രീതിയിൽ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവാതെ തന്നെ സ്വയം അങ്ങനെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആവും. അവർക്ക് നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറേണ്ട അവസ്ഥ വരും. ചില ആൾക്കാർ സമയമാകുമ്പോൾ നിങ്ങളിൽ നിന്ന് റിലീസായി പോകും, ഈ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാർ. ഇവിടെ നിങ്ങൾ ലോണെല്ലാം അടച്ചു തീർക്കാൻ ആഗ്രഹിക്കുകയാണ്, ലോണിൽ നിന്ന് ഫ്രീ ആവാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ അങ്ങനൊരു സ്ഥിതി ക്രിയേറ്റായി നിങ്ങളുടെ ആ ലോണ് നിങ്ങൾ ക്ലോസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ആരാണോ നിങ്ങളുടെ ലൈഫിനെ സ്പോയിൽ ചെയ്യാൻ ശ്രമിച്ചത്, നിങ്ങളുടെ ലൈഫിൽ ടവർ മൂമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്, അങ്ങനെയുള്ള ആൾക്കാരുടെ ലൈഫ് ടവർ മൂമെൻറ്റ് വരുന്നതായിട്ട് അവരുടെ ലൈഫ് സ്പോയിൽ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇൻറ്റൻഷൻ ഒരിക്കലും നിങ്ങൾക്ക് നല്ലത് വരണമെന്നായിരുന്നില്ല, നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ആവണമെന്നതായിരുന്നു ഇവരുടെ ഇൻറ്റൻഷൻ. ഇവിടെ ആരാണോ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി വിഷമങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആക്കിയത്, ഒത്തിരി ടവർ മൂമെൻറ്റ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത്, ആര് മുഖേനയാണോ അവിടെ 20 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നതായിട്ട്, അവരുടെ ലൈഫിൽ എന്തെങ്കിലും മോശം സംഭവിക്കുന്നതായിട്ടുള്ള ന്യൂസ് നിങ്ങൾക്ക് എത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരു ഭാഗത്തു നിന്നല്ല നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്ന, 3 ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 20 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ന്യായം ലഭിച്ചു എന്നുള്ള വാർത്ത നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. 1 അല്ല 2 അല്ല 3 ഭാഗത്തു നിന്നാണ് കാണാൻ സാധിക്കുന്ന ന്യായം ലഭിച്ചതായിട്ടുള്ള വാർത്ത. ആ ഒരു ന്യായത്തിൻ്റെ ന്യൂസ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നും, അവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ഫലം അവർ അനുഭവിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കും. ഇവിടെ ഈശ്വരൻ നിങ്ങളുടെ ജേണി അത്രത്തോളം സുരക്ഷിതമാക്കും. നിങ്ങളുടെ എനിമീസ് എത്ര തന്നെ ശ്രമിച്ചാലും നിങ്ങളുടെ ലൈഫിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ സുരക്ഷിതമാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ ലൈഫിൽ ബ്ലാക്ക് മാജിക്കിൻ്റെ ആ ഒരു പ്രഭാവം ഒരിക്കലും ഉണ്ടാവത്തില്ല, അത്രത്തോളം സുരക്ഷിതമാണ് നിങ്ങളുടെ ലൈഫ്. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരുടെയും വീട്ടിൽ ശ്രീയന്ത്രം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ശ്രീയന്ത്രം നിങ്ങളെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ട്. അമ്മയുടെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെയാണോ നിങ്ങളുടെ ദൈവമായിട്ട് കരുതുന്ന അവരുടെ ആ ഒരു പ്രൊട്ടക്ഷൻ, മാതാവിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ട്. അത് ഭദ്രകാളി അമ്മയായിരിക്കാം, ദേവിയായിരിക്കാം, മാതാവായിരിക്കാം, ഇല്ല എങ്കിൽ ഏത് ഭഗവതി ആയിരിക്കാം, ആരായാലും അവരുടെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ, ശിവ അച്ഛനെ ആയിരിക്കാം ഇഷ്ടം. അപ്പോൾ അവരുടെ പ്രൊട്ടക്ഷനും നിങ്ങൾക്കുള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു.
ഇവിടെ നിങ്ങളുടെ ലൈഫ് പൂർണ്ണമായിട്ടും സേഫ് ആൻഡ് സെക്യൂർ ആണ്. കാരണം നിങ്ങൾക്ക് ഒരു പെർസെൻറ്റേജ് പോലും വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരിക്കലും ബ്ലാക്ക് മാജിക്കിൻ്റെ ആ ഒരു പ്രഭാവമോ ഒന്നും തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഇനി ആരെങ്കിലും നിങ്ങളുടെ വർക്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ബ്ലാക്ക് മാജിക് മോശം ദൃഷ്ടി നിങ്ങളുടെ ലൈഫിൽ പ്രഭാവം ചെലുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ വർക്കാവത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില സമയം നിങ്ങൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ തലയിൽ ഭയങ്കരമായിട്ടൊരു ഭാരം ഉള്ളതുപോലെ നിങ്ങൾക്ക് ഫീലാകും. ഇല്ല എങ്കിൽ ചെറിയൊരു ചൂട് പനിയുള്ളതുപോലെ അങ്ങനെയൊക്കെ ഫീലാകും. പക്ഷേ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. ചില ആൾക്കാരുടെ മോശം ദൃഷ്ടി നിങ്ങളുടെ മേൽ പതിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി നിങ്ങളോട് ടീം ഉണ്ടാക്കി എതിരിടാൻ വേണ്ടി കുറേ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഒരാൾ ആദ്യം ശത്രുവായി വന്ന് പിന്നെ അവർ കുറേ ആൾക്കാരെ കൂട്ടി അങ്ങനെ ടീമാക്കി നിങ്ങളെ എതിരിടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ടീമുകൾ തമ്മിൽ വഴക്കുണ്ടാവുന്നതായിട്ട്, അങ്ങനെ ആ ടീം നിങ്ങളെ ശല്യം ചെയ്യാൻ ശ്രമിക്കാതെ അവർക്കിടയിൽ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടായി ആ ടീം തന്നെ ഇല്ലാതാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് ആ ഒരു സമയത്തെ തന്നെ തകർക്കുകയാണ്. നിങ്ങളെ ശല്യം ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ ആ ഒരു സമയത്തിനെ തന്നെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഏത് വ്യക്തി ഏത് രീതിയിലാണോ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചത് ആ രീതിയിൽ ആ വ്യക്തിക്ക് അതിനുള്ള ഒരു തിരിച്ചടി കൊടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈശ്വരൻ. ഇവിടെ ഒരു വ്യക്തി നിങ്ങളുടെ നേർക്ക് എന്തെങ്കിലും രീതിയിലുള്ള നെഗറ്റിവിറ്റി സെൻഡ് ചെയ്യാൻ ശ്രമിച്ചാലോ തെറ്റായ ഒരു ഭാവം നിങ്ങളുടെ മേൽ വയ്ക്കാൻ ശ്രമിച്ചാലോ അവർക്ക് അപ്പോൾ തന്നെ തിരിച്ചടി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ശത്രുക്കൾക്ക് പോലും നിങ്ങളുടെ മേൽ ഒരു അറ്റാച്ച്മെൻറ്റ് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില ആൾക്കാർ ഇങ്ങനെയാണ്, അതായത് നിങ്ങളെ കാണാൻ വേണ്ടി നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കും. അതായത് അവർക്കറിയാം നിങ്ങൾക്ക് അവരെ കാണുമ്പോൾ ദേഷ്യമാണ് ഉള്ളത് എന്ന്. പക്ഷെ മനഃപൂർവ്വമായിട്ട് നിങ്ങൾ വീട്ടിൻ്റെ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി അവർ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയോ എല്ലാം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഈ വ്യക്തികൾ നിങ്ങളുടെ മേൽ ഭയങ്കരമായിട്ട് ദൃഷ്ടി വയ്ക്കുന്നതായിട്ട്, ഇത് ഈ ഒരു കാര്യം വർക്ക് പ്ലേസിൽ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു വ്യക്തി ഇങ്ങനെയാണ് നിങ്ങളുടെ മേൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ദൃഷ്ടി വച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ആ ഒരു എനർജിയുടെ പ്രഭാവം ചില വ്യക്തികൾക്ക് ശുഭമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മനഃപൂർവ്വമായിട്ടാണ് ഇവർ നിങ്ങളെ കാണാൻ വേണ്ടി ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അവർക്ക് പോസിറ്റീവ് എനർജി ലഭിക്കുമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ വന്ന് നിൽക്കുന്നത് മനഃപൂർവ്വമായിട്ട്. അപ്പോൾ നിങ്ങളുടെ ശത്രുക്കൾക്ക് പോലും നിങ്ങളുടെ മുഖം കാണുന്നത് വളരെ ഇഷ്ടമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വീട്ടിനടുത്തുള്ളവരാണ് നിങ്ങളുടെ ആ ഒരു എനർജിയെ ദുരുപയോഗം ചെയ്യുന്നത്. നിങ്ങൾക്ക് 6-7 വർഷം കൊണ്ട് തന്നെ അറിയാം ഈ ഒരു കാര്യം, അതായത് ആ വ്യക്തികൾ നിങ്ങളുടെ എനർജിയെ ദുരുപയോഗം ചെയ്യുകയാണ് എന്ന്. ഇവിടെ നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ആഹാരം വയറ്റിൽ ദഹിക്കുന്നില്ല, അങ്ങനെ എന്തൊക്കെയോ പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ പൂർണ്ണമായിട്ടും ശരീരത്തിന് ഒരു നല്ല ഒരു ആരോഗ്യം വേണമെങ്കിൽ നമ്മുടെ ആ ഒരു വയറ് നല്ല രീതിയിൽ ദഹനമൊക്കെ നല്ലതായിട്ടാവണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ എന്തോ പ്രോബ്ലം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു വ്യക്തിയുടെ വയറ് നല്ല രീതിയിൽ ദഹനമൊക്കെ നല്ല രീതിയിൽ നടക്കുകയാണ്, ഒരു കുഴപ്പമില്ലെങ്കിൽ അവരുടെ മനസ്സും ശരീരവും നല്ല ബാലൻസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പ്രോബ്ലം നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഉണ്ടാകുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥതയുണ്ട് ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ വെള്ളം ധാരാളമായിട്ട് കുടിക്കുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കൊടുക്കുന്നില്ല, അങ്ങനെ എന്തൊക്കെയോ പ്രോബ്ലങ്ങൾ നിങ്ങളായിട്ട് തന്നെ വരുത്തി വയ്ക്കുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ സമയത്തിന് ആഹാരം നിങ്ങൾ കഴിക്കുന്നില്ല. ഇവിടെ ആർക്കേഞ്ചൽ റാഫേൽ നിങ്ങൾക്ക് വയറ് സംബന്ധമായിട്ട് എന്തൊക്കെ പ്രോബ്ലമാണ് ഉള്ളത് അത് മാറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ഗൈഡൻസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പാല് കൂടുതലായിട്ട് നിങ്ങൾ ഉപയോഗിക്കരുത്. പാല് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഉപയോഗം കാരണം നിങ്ങൾക്ക് വയറ് സംബന്ധമായിട്ടുള്ള അസ്വസ്ഥത കൂടുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ ഈ വയറ് സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ഒരു പ്രോബ്ലമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഭയങ്കരമായിട്ടൊരു ഓവർ തിങ്കിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ട് ആ ഒരു ഓവർ തിങ്കിങ്ങിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല.
ഇവിടെ നിങ്ങളുടെ ആ ഒരു ജൂപ്പിറ്റർ ഗ്രഹം മോശമാകുമ്പോഴാണ് നിങ്ങൾക്ക് വയറ് സംബന്ധമായിട്ട് പല്ല് സംബന്ധമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും ജൂപ്പിറ്റർ ഗ്രഹത്തിൻ്റെ ആ ഒരു പ്രീതിക്ക് വേണ്ടി യെല്ലോ കളർ വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക എപ്പോഴും. ഒന്നുമില്ലെങ്കിൽ യെല്ലോ കളറിലുള്ള ഒരു കർച്ചീപ്പാണെങ്കിലും കയ്യിൽ വച്ച് നടക്കുക നിങ്ങൾ. വ്യാഴാഴ്ച ദിവസം പറ്റുമെങ്കിൽ നിങ്ങൾ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രമോ മഞ്ഞ നിറത്തിലുള്ള എന്തെങ്കിലും ആഹാരം സ്വീറ്റോ എന്തെങ്കിലും നിങ്ങൾ ദാനം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു നല്ല പ്രഭാവം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ഭയങ്കരമായിട്ടുള്ള ഓവർ തിങ്കിങ് നിങ്ങൾ മതിയാക്കുക. പിന്നെ എവിടെയാണോ കള്ളം പറയേണ്ട അവസ്ഥ വരുന്നത് അവിടെ കള്ളം പറയാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ. പിന്നെ നിങ്ങൾ ദുർഗാ കവചം എപ്പോഴും കേൾക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ കേൾക്കുന്നതിലൂടെ നിങ്ങളുടെ എനിമിക്ക് ശിക്ഷ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പിന്നെ നിങ്ങൾ ഒരു സൈഡ് മറു സൈഡ് ഒരു ടീമായിട്ട് കുറേ ആൾക്കാർ, അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ന്യായത്തിൻ്റെ ആ ഒരു ന്യൂസ് ലഭിക്കുന്നതായിട്ട്, കാരണം നിങ്ങളെ ദണ്ഡിക്കുന്ന ആൾക്കാർക്ക് ദണ്ഡനം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഈ ദുർഗാ കവചം കേൾക്കുന്നതിലൂടെ. ഇവിടെ എത്രത്തോളം അസന്തുലനം നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയോ അത്രത്തോളം സന്തുലനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആരെങ്കിലും നിങ്ങളിൽ നിന്ന് പൈസ കടം വാങ്ങിച്ച് തിരിച്ച് തരാതിരുന്നിട്ടുണ്ട് എങ്കിൽ അവരെ ഇത്രത്തോളം ദൈവം പേടിപ്പിക്കുക. അവർ പേടിച്ച് നിങ്ങളുടെ കയ്യിൽ തിരിച്ച് പണം കൊണ്ട് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വാണിയിൽ നിങ്ങളുടെ ആ ഒരു മുഖത്ത് ഭയങ്കരമായിട്ടുള്ള ആകർഷണക്ഷമത കൂടുതലായിട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി അങ്ങോട്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർ നിങ്ങളുടെ ആ വാക്കുകൾ ഇങ്ങനെ കേട്ടിരിക്കും. നിങ്ങളുടെ മുഖം പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. ഇവിടെ ഗുരു ഭഗവാന്റെ കൃപ നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ മുഖത്ത് ആ ഒരു ഗ്ലോയും നിങ്ങളുടെ വാണിയിലൊരു ആകർഷണക്ഷമതയും ഉണ്ടാവുന്നത്. പിന്നെ എന്ത് കാര്യമാണോ നിങ്ങൾ വീണ്ടും വീണ്ടും പരാജയം നേരിട്ടത് ആ കാര്യത്തിൽ പെട്ടെന്ന് ഒരു വിജയം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്ന ഈ സമയം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഗോൾഡൻ ടൈം എന്ന് ഞാൻ പറഞ്ഞത് ശരിയായിട്ട് വന്നിരിക്കുക. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.